നമ്മൾ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പല കീബോർഡുകൾ ഉപയോഗിക്കലുണ്ട്. എന്നാൽ നമ്മളെ കീബോർഡ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് കീബോർഡായാലോ, ഒരു AI കീബോർഡ്, ഒരുപാട് ഫെസിലിറ്റി ഉള്ള നല്ല അടിപൊളി കീബോർഡ്. നല്ല കീബോർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പം പറയും ഗൂഗിളിൻ്റെ ജീബോർഡാണെന്ന്. എന്നാൽ ചിലർക്ക് മംഗ്ലീഷാട്ടോ ഇഷ്ടം, പക്ഷേ കൂടുതൽ സൗകര്യങ്ങളുള്ളത് ജീബോർഡാണ്. നമ്മളിന്ന് നോക്കുന്നത് ഒരു AI കീബോർഡാണ്. ഇതിലൊരുപാട് സൗകര്യങ്ങളുണ്ട്. ഈ AIൻ്റെ സഹായത്തോടെ നമുക്ക് പല കാര്യങ്ങളും ഈ കീബോർഡിൽ നിന്ന് ചെയ്യാനാവും. ഈ AI കീബോർഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുക. സാധാരണ ഒരു കീബോർഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് പോലെ അതൊന്ന് സെറ്റ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് സെറ്റിങ്സ് കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് കീബോർഡിൻ്റെ ഇൻ്റർഫേസ്. ആദ്യം നമ്മൾ സെറ്റിങ്സ് എടുത്ത് നോക്കുക. അവിടെ താഴെ സെറ്റിങ്സിൻ്റെ ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഇതാ ഇതിൽ സൗണ്ടും വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ, കീബോർഡിൻ്റെ ഹൈറ്റ് അതൊക്കെ ഉള്ളൂ. പിന്നെ ഉള്ളത് ഷോ സെപ്പറേറ്റ് നമ്പർ എന്നുള്ള ഇതൊന്ന് എനേബിൾ ആക്കിയിട്ട് കൊടുക്കുക. അത് എനേബിൾ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ നമ്പർ കിട്ടും, ഇല്ലെങ്കിൽ നമ്പർ ഉണ്ടാകില്ല. പിന്നെ ഇതിലുള്ള സൗകര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വാക്ക് ടൈപ്പ് ചെയ്യാന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഹൗ ആർ യു ഒന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ. ഇനി ഇവിടെ ഒരു ഐക്കണില്ലേ, ഈ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗ്രാമർ, ട്രാൻസ്ലേറ്റ്, റീപ്ലേ അങ്ങനെ കുറേ സംഭവങ്ങൾ വരും. ഇതിൽ ട്രാൻസ്ലേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വേർഡിലുള്ള എല്ലാ ഭാഷയുണ്ട്. മലയാളം ഉണ്ടാവും. താഴെ ഭാഗത്തേക്ക് പോയാൽ മലയാളം ഇന്ത്യ എന്ന് കാണും. മലയാളം ഇന്ത്യ കൊടുത്താൽ അത് മലയാളത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ മലയാളത്തിലേക്ക്. അതിന് ശേഷം ഇത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ മലയാളമാവും. അതുപോലെ നമുക്ക് ഏത് ഭാഷയിലേക്കും അത് മാറ്റാം. അത് മാത്രമല്ല ഇതിൻ്റെ ടോണ്, എക്സ്പാൻഡ് അങ്ങനെ കുറേ സംഭവങ്ങൾ അതൊക്കെ ചെയ്യാം. അത് കൂടാണ്ട് ഇതിൽ ഫസ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാത്ത ഏത് വേർഡും എന്താണെന്ന് ഇതിന്ന് AIൻ്റെ സഹായത്തോടെ നമുക്ക് മനസ്സിലാക്കാം. ബാക്കിയൊക്കെ നമുക്ക് സാധാരണ ഒരു കീബോർഡ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഉപയോഗിക്കാം. ഇതിൽ വോയിസ് മൈക്ക് ഉണ്ട്, ഇതിൻ്റെ തീം മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ സംഭവം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കീബോർഡ് ഉപയോഗിക്കേണ്ട ആൾക്കാർക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കൊടുക്കുക. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.